This call is now being recorded. Good morning, all of you. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു വെച്ച ബിസിനസ് എത്തിക്സ് എന്നതിൻ്റെ പാർട്ട് 2 ആണ്, രണ്ടാം ഭാഗം. അപ്പോൾ ഒന്നാമത് ബിസിനസ് എത്തിക്സിൽ നമ്മൾ എന്താണ് എത്തിക്സ്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ള എത്തിക്സിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു. ഇനി നേരെ ബിസിനസ് എത്തിക്സ് ആണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ആ ബിസിനസ് എത്തിക്സിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാം. എന്താണ് ബിസിനസ് എത്തിക്സ്? അതിൽ മീനിങ് പറയുന്നത്, എത്തിക്സിൽ നമുക്ക് വ്യത്യാസമൊന്നുമില്ല. എന്താണ് വാട്ട് ഈസ് റൈറ്റ് ഓർ വാട്ട് ഈസ് റോങ്, അത് തന്നെയാണ് എത്തിക്സ്. ബിസിനസ് എത്തിക്സും അങ്ങനെ തന്നെയാണ്. ബിസിനസ്സിൽ എന്താണ് റൈറ്റ്, എന്താണ് റോങ്, അതാണ് ബിസിനസ് എത്തിക്സ്. ഓക്കെ, ബിസിനസ് എത്തിക്സ് ഈസ് എ പ്രാക്ടീസ് ദാറ്റ് ഡിറ്റർമിൻസ് വാട്ട് ഈസ് റൈറ്റ്, റോങ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഇൻ ദി വർക്ക് പ്ലേസ്. Business ethics is often guided by laws and keep companies and individuals from engaging in illegal activity such as insider trading, discrimination and bribery, etc. അപ്പോൾ ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, എന്തെല്ലാം നമ്മൾ ഒഴിവാക്കണം, ചെയ്യാൻ പാടില്ലാത്തത്, വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് ആൻഡ് അപ്രോപ്രിയേറ്റ്, ഏതാണ് നമ്മൾക്ക് ഉചിതം, ഏതാണ് ശരിയായ നമ്മൾ ചെയ്യേണ്ടത് ഇൻ ദി വർക്ക് പ്ലേസ്. അപ്പോൾ ഒരു ബിസിനസ് നമ്മൾ നടത്തുമ്പോൾ കുറെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും നിർബന്ധമായിട്ടും ചെയ്യേണ്ടതും നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ ശരിയായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ ബിസിനസ് എത്തിക്സ് ഓഫൻ ഗൈഡഡ് ബൈ ദി ലോസ്. ബിസിനസ് എത്തിക്സ് നിലവിൽ നിയമപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബിസിനസ് എത്തിക്സ് നിയമപരമായിട്ട് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ബിസിനസ്സുകൾ എന്താണ്, ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്യാൻ അല്ലെ ഇല്ലീഗൽ ആക്ടിവിറ്റിയിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരവസ്ഥ വന്നു. അതുപോലെ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു എന്താ വെച്ചാൽ ബിസിനസ്സില് കമ്പനികളുടേതാണ്. കമ്പനികളുടെ ഷെയർ കമ്പനിയുടെ ഉള്ളിലുള്ള ആളുകൾക്ക് അറിയാം അതിന്റെ ഷെയറിന്റെ വില എത്രയാണ്, അത് കൂടാൻ സാധ്യതയുണ്ടോ, കുറയാനാണോ എന്നൊക്കെ അതിന്റെ ഉള്ളില് അതിന്റെ ഡയറക്ട് ബോർഡിലൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അവർക്ക് ഈ ഷെയർ വാങ്ങുന്നതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അവരത് വാങ്ങാൻ പാടില്ല ചുരുക്കം പറഞ്ഞു. അപ്പൊ അങ്ങനെ അവർ വാങ്ങിക്കുന്നതിനെയാണ് ശരിക്കും ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബിസിനസ് എത്തിക്സ് എന്ന അത് നിയമപരമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു കാര്യമാണ്, അതിന് എതിരാണ്. അപ്പൊ അങ്ങനെയുള്ള സംഗതികളൊക്കെ ബിസിനസ് എത്തിക്സ് വന്നതോടുകൂടി നമുക്ക് ഒഴിവാക്കാൻ പറ്റി. ഇനി എത്തിക്സ് means the set of rules or principles that an organization should follow, while in business ethics refers to a code of conduct that business are expected to follow while doing the business. ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, a set of rules or principles that an organization should follow. ഒരു ഓർഗനൈസേഷൻ നിർബന്ധമായിട്ടും പാലിക്കേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ നിയമങ്ങളെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. എന്നാൽ ബിസിനസ് എത്തിക്സ് അത് എത്തിക്സ് എന്നുള്ളതാണ്. ഇനി ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോഡ് ഓഫ് കോണ്ടാക്ട്. ഒരു നമ്മൾ എഴുതപ്പെട്ട അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കോഡ് ഓഫ് കോണ്ടാക്ട്, എഴുതപ്പെട്ട കുറച്ച് നിയമങ്ങളാണ്. Then that business are expected to follow while doing the business. അപ്പോൾ ഒരാള് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ നിയമം ഫോളോ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ നിർബന്ധം ഫോളോ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ബിസിനസ് എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then through ethics, a standard is set for the organization to regulate their behavior. This helps them in distinguishing between the wrong and the right part of the business. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ്, നമ്മൾ സാധാരണ എത്തിക്സ് പോലെ ബിസിനസ് എത്തിക്സിനും സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു റെഗുലേറ്റ് ദ ബിഹേവിയർ ഓഫ് ബിസിനസ്. അപ്പൊ നേരത്തെ എത്തിക്സ് നമ്മൾ പറഞ്ഞിരുന്നത് വ്യക്തികളുടെ സ്വഭാവം ശരിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശരിയാകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവിടെ ബിസിനസ് എത്തിക്സ് എന്നുള്ളത് അതിന്റെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് ആ ബിസിനസിന്റെ ബിഹേവിയർ അത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഈ ബിസിനസ്സിന് പെട്ടെന്ന് അറിയാൻ പറ്റും വാട്ട് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ആർ റൈറ്റ് ആൻഡ് വാട്ട് ആർ ദി റോങ് ആക്ടിവിറ്റീസ് എന്നുള്ളത് പെട്ടെന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. Then the code of conduct എന്താണ്? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ബിസിനസ് എത്തിക്സ് റെഫേഴ്സ് ടു കോഡ് ഓഫ് കോണ്ടാക്ട് ദാറ്റ് the business organizations are expected to follow എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് കോഡ് ഓഫ് കോണ്ടാക്ട്? Code of conduct is a term that is used extensively in business nowadays. It is a set of rules that are considered as binding by the people working in the organization. അപ്പൊ കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറഞ്ഞാൽ അത് ബിസിനസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട, അനുസരിക്കേണ്ട റൂൾസിനെയാണ് കോഡ് ഓഫ് കോണ്ടക്ട് എന്ന്. അപ്പൊ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചുള്ള അവിടെ ഡയറക്ടേഴ്സ് ഉണ്ടാവും, ഓണേഴ്സ് ഉണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവും. ഈ ആളുകളൊക്കെ നിർബന്ധമായിട്ടും പാലിക്കേണ്ട മര്യാദകൾ അല്ലെങ്കിൽ നിയമങ്ങൾ, അനുസരിക്കേണ്ട നിയമങ്ങൾ, അതിനെയാണ് കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ബിസിനസ് എത്തിക്സ്? അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എത്തിക്സിന്റെ ആവശ്യം ഉണ്ടോ? So there is a need for business ethics. We can go through the objectives of business ethics. The first one is personal level. Personal level എന്ന് പറഞ്ഞാൽ വ്യക്തികൾ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. So at personal level, the policy should be set that not to misuse the properties of the others or of the organization, keeping the promises and extending the mutual help, not to seek quick gains and not to indulge in politics to gain power. അപ്പൊ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ആ ഓർഗനൈസേഷനിലുള്ള ആളുകൾ ഓർഗനൈസേഷന്റെ റിസോഴ്സസ് മിസ്യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ചീറ്റ് ചെയ്യാൻ പാടില്ല. പരസ്പരം സഹകരിച്ചും സഹായിച്ചുമാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഒരു ബിസിനസ് എത്തിക്സ് വരുന്നതോടുകൂടി ഈ തരത്തിലുള്ള കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളൊക്കെ നിൽക്കുകയും ചീറ്റിംഗ് ഒക്കെ ഒഴിവാക്കി എല്ലാ ആളുകളോടും നല്ല രൂപത്തിലുള്ള പെരുമാറ്റം വരാനുള്ള സാധ്യത ഉണ്ട്. രണ്ടാമത്തതാണ് ഇന്റേണൽ പോളിസി ലെവൽ. ഒരു ഓർഗനൈസേഷൻ എന്നുള്ള രൂപത്തിൽ ഓർഗനൈസേഷന്റെ അകത്ത് എങ്ങനെയായിരിക്കും? The business organization should follow fair practices in dealing with employees and other stakeholders. The organization should have open and better communication at all levels. The organization leadership should motivate employees for better productivity and for common good. അപ്പൊ ഇന്റേണൽ പോളിസിയിലൊന്നും, ഇന്റേണൽ നമുക്കറിയാലോ ഫാക്ടേഴ്സ് നമ്മൾ പറയുമ്പോൾ ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും പറയും. ഇപ്പൊ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന്റെ അകത്താണ്. ഇപ്പൊ ഇന്റേണൽ പോളിസി ലെവൽ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന്റെ ഉള്ളിൽ. അപ്പോൾ ഓർഗനൈസേഷന്റെ ഉള്ളിലാണ് എംപ്ലോയീസ് ഉള്ളത്, മാനേജ്മെന്റ് വേറെയാണ്. അപ്പൊ ഈ മാനേജ്മെന്റിന് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനോടുള്ള പെരുമാറ്റച്ചട്ടം വരെ ഈ ബിസിനസ് എത്തിക്സിൽ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിനോട് മോശമായി പെരുമാറാനോ എംപ്ലോയീസിന്റെ സാലറി പിടിച്ചു വെക്കാനോ ഒന്നും, അല്ലെങ്കിൽ എംപ്ലോയീസിനെ ചീറ്റ് ചെയ്യാനോ ഒന്നും ഉള്ള റൈറ്റ് ഓർഗനൈസേഷന് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഓണേഴ്സിന് ഉണ്ടാവില്ല. അപ്പൊ ദർ ഇസ് എ നീഡ് ഫോർ ബിസിനസ് എത്തിക്സ് ടു ഗെറ്റ് the benefits of employer-employee relationship through implementing the business ethics. Then third one, personal level പറഞ്ഞു, internal policy level പറഞ്ഞു. മൂന്നാമത് ബിസിനസ് എത്തിക്സ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് സൊസൈറ്റൽ ലെവൽ. സൊസൈറ്റിയോട് ഒരുപാട് ബാധ്യതകൾ നിറവേറ്റാനും ബിസിനസ് എത്തിക്സ് ആവശ്യമാണ്. The social concerns like no discrimination, concern for the downtrodden be the prime concerns of business organization. Optimal use of scarce resources, clean environment, and ensuring better quality of life to all the stakeholders should be stressed in the internal policies. അപ്പോൾ സൊസൈറ്റൽ ലെവൽ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയോട് ഒരു ബിസിനസ്സിന് കൃത്യമായി ഉത്തരവാദിത്തങ്ങളുണ്ട്. സൊസൈറ്റിക്ക് നല്ല ഗുഡ്സ് കൊടുക്കുക, സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക. കാരണം സൊസൈറ്റിയിൽ നിന്നാണ് പലതരത്തിലുള്ള റിസോഴ്സസും ഇൻപുട്സ് ബിസിനസ്സുകൾ ഉപയോഗിക്കുന്നത്. സോ ദർ ഇസ് എ റെസ്പോൺസിബിലിറ്റി ടു ദി ഓർഗനൈസേഷൻ ടുവേർഡ്സ് ദി സൊസൈറ്റി ഓൾസോ. സോ ക്ലീൻ എൻവയൺമെന്റ്, അതുപോലെ ബെറ്റർ ക്വാളിറ്റി ലൈഫ് ടു ദി സൊസൈറ്റി, ടു ദി പീപ്പിൾസ് ഇൻ ദി സൊസൈറ്റി. ഇതൊക്കെ കൃത്യമായിട്ട് പാലിക്കണം എന്നാണ് ബിസിനസ് എത്തിക്സിൽ സൊസൈറ്റി ലെവൽ പ്രകാരമുള്ള ഒബ്ജക്റ്റീവ്. ദെൻ നാലാമത്തേതാണ് അറ്റ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ലെവൽ.
ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ട് 4 തരത്തിലാണുള്ളത്. അതിൽ 4ാമത്തേതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ലെവൽ. ദി ഓർഗനൈസേഷൻ ഷുഡ് ടേക്ക് കെയർ ഓഫ് മാക്സിമം നമ്പർ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഫോളോ എത്തിക്കൽ മീൻസ് വിത്ത് shareholders, customers, suppliers, employees, banks, financial institution, government, and all others that are connected with the organization. അപ്പൊ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആര്? അപ്പൊ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന മറ്റുള്ള എല്ലാ ആളുകളും, അല്ലെങ്കിൽ ബിസിനസ്, ഈ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനുമായി കണക്ട് ചെയ്യുന്ന, താല്പര്യപ്പെടുന്ന, ഇടപാടുകൾ നടത്തുന്ന എല്ലാ ആളുകളും നമ്മുടെ ബിസിനസിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. അപ്പൊ അതിന്റെ ഓണേഴ്സ് വരും, എംപ്ലോയീസ് വരും, അതുപോലെ കോമ്പറ്റിറ്റേഴ്സ് വരും, സപ്ലയേഴ്സ്, ഗവൺമെന്റ്, സൊസൈറ്റി, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ ബാങ്ക്, ഈ ആളുകളൊക്കെ ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന ആളുകൾ. അതുകൊണ്ട് ഇവരൊക്കെ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ദെൻ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടൊക്കെ നല്ല നിലയിൽ പെരുമാറാൻ നമ്മുടെ ബിസിനസ് എത്തിക്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള ലെവലിൽ ആളുകളോടൊക്കെ ബിസിനസ്സിന് നല്ല ബന്ധം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ there should be some rules. ഇവരോട് എങ്ങനെയായിരിക്കണം നമ്മുടെ പെരുമാറ്റം അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്ന റൂൾ ഉണ്ടാവണം. ആ റൂളിനെയാണ്, വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ് എന്ന് സ്പെസിഫൈ ചെയ്യുന്ന റൂളിനെയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ബിസിനസ് എത്തിക്സിന്റെ 4 ഒബ്ജക്റ്റീവാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് പേഴ്സണൽ ലെവൽ, 2 ഇന്റേണൽ പോളിസി ലെവൽ, 3ാമത്തത് സൊസൈറ്റൽ ലെവൽ, ആൻഡ് 4th one സ്റ്റേക്ക് ഹോൾഡേഴ്സ് ലെവൽ. The next one, characteristics of business ethics. ബിസിനസ് എത്തിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിന്റെ സ്വഭാവം എന്തെല്ലാമാണ്? ഒന്നാമത്തത് ബിസിനസ് എത്തിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്നാണ് കോഡ് ഓഫ് കോണ്ടക്ട്. കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റൂൾസ് ആണ്. നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കുന്ന റൂൾസിനെയാണ് കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറയുന്നത്. അതെല്ലാ ആളുകളും പാലിച്ചിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ് എത്തിക്സ് തന്നെ. ബിസിനസ് എത്തിക്സ് ഇസ് എ കോഡ് ഓഫ് കോണ്ടക്ട്. ഇറ്റ് ടെൽസ് what to do and what not to do for the welfare of the society. All businessmen must follow this code of conduct. So code of conduct is some kind of rules that every organization should follow for the welfare of the society, and the organization and the businessmen must follow this code of conduct. അപ്പൊ ഈ കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ ആളുകൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട ചില റൂൾസിനെയാണ് കോഡ് ഓഫ് കോണ്ടക്ട് അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സ്. ഇപ്പൊ രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. ആ ബിസിനസ് എത്തിക്സ് അല്ലെങ്കിൽ ആ കോഡ് ഓഫ് കോണ്ടക്ട് എല്ലാ ആളുകളും, ബിസിനസ്സിന്റെ എംപ്ലോയീസും ഓണേഴ്സും ഒക്കെ നിർബന്ധമായിട്ടും ആ റൂള് കോഡ് ഓഫ് കോണ്ടക്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ബിസിനസ് എത്തിക്സിന്റെ സ്വഭാവങ്ങളിൽ ഒന്നാണ് കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില നിയമങ്ങൾ ഉണ്ടായിരിക്കും. രണ്ടാമത്തത് ബേസ്ഡ് ഓൺ മോറൽ ആൻഡ് സോഷ്യൽ വാല്യൂസ്. ബിസിനസ് എത്തിക്സ് ഈസ് ബേസ്ഡ് ഓൺ മോറൽ ആൻഡ് സോഷ്യൽ വാല്യൂസ്. മൊറാലിറ്റി എന്താണ് എന്ന് നമ്മൾ എത്തിക്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞു. അപ്പോൾ ബിസിനസ് എത്തിക്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? നിലവിലെ സൊസൈറ്റിയിലുള്ള മൊറാലിറ്റി എന്താണ്, സോഷ്യൽ വാല്യൂസ് എന്താണ് എന്ന് കൺസിഡർ ചെയ്ത് അതിന്റെ ബേസിലാണ്, അതൊക്കെ കീപ്പ് ചെയ്തിട്ടാവണം നമ്മുടെ ബിസിനസ് എത്തിക്സ് ഉണ്ടാവേണ്ടത്. സോ ബിസിനസ് എത്തിക്സ് ഈസ് ബേസ്ഡ് ഓൺ മോറൽ ആൻഡ് സോഷ്യൽ വാല്യൂസ്. ഇറ്റ് കണ്ടെയ്ൻസ് മോറൽ ആൻഡ് സോഷ്യൽ പ്രിൻസിപ്പിൾസ് ഫോർ ഡൂയിങ് ബിസിനസ്. ദിസ് ഇൻക്ലൂഡ്സ് സെൽഫ് കൺട്രോൾ, consumer protection and welfare, service to the society, fair treatment to social groups, not to exploit others. ഇതൊക്കെ സോഷ്യൽ വാല്യൂസ് ആണ്, മൊറാലിറ്റി ആണ്. അപ്പൊ ഇതിനെ ഒന്നും തിരസ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെയൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ടുള്ള ബിസിനസ് എത്തിക്സ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിസിനസ് എത്തിക്സ് സെറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ്, റൂൾ സെറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് ഫിക്സ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ ഈ മോറൽ ആൻഡ് സോഷ്യൽ വാല്യൂസ് പരിഗണിക്കണം. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതാണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. ദെൻ മൂന്നാമത്തേതാണ് the business ethics give protection to social groups. സോഷ്യൽ ഗ്രൂപ്പ്. അപ്പൊ സൊസൈറ്റിയിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്.
ആ ഗ്രൂപ്പുകളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് ആ ഗ്രൂപ്പുകൾക്ക് ബിസിനസ് എത്തിക്സ്. അപ്പൊ ഏതൊക്കെയാണ് ആ ഗ്രൂപ്പ്? ബിസിനസ് എത്തിക്സ് ഗിവ് പ്രൊട്ടക്ഷൻ ടു ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് സച്ച് ആസ് കൺസ്യൂമേഴ്സിനോട് നല്ല പ്രോഡക്റ്റ് കൊടുക്കുക, റീസണബിൾ പ്രൈസ് ഫിക്സ് ചെയ്യുക, ക്വാളിറ്റി ഗുഡ്സ് കൊടുക്കുക, നല്ല പാക്കിംഗ് ആവുക, നല്ല പെരുമാറ്റം, ഇതൊക്കെ കൺസ്യൂമർ എന്ന ഗ്രൂപ്പ്. അതുപോലെ എംപ്ലോയീസ് എന്ന ഗ്രൂപ്പ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അതുപോലെ സ്മോൾ ബിസിനസ്മെൻ, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള, അതുപോലെ ഗവൺമെന്റ്, ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ് എക്സെട്ര. ആൻഡ് the business ethics protects all these group by way of following the business ethics. And next one, the business ethics provides basic framework. The business ethics provides a basic framework for doing business. It gives the social, cultural, economic, legal, and other limits of business. Business must be conducted within these limits. So by developing a business ethics, by developing the code of conduct, there we can see some kind of rules that is to be followed in the environment. So it will be gives or shows a framework for the business persons for doing their business. ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു ഫ്രെയിംവർക്ക്, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ, ഒരു ഫ്രെയിംവർക്ക് നമ്മൾ ഈ ബിസിനസ് എത്തിക്സിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ആണ് വളണ്ടറി. വളണ്ടറി എന്ന് പറഞ്ഞാൽ സ്വമേധയാ ഉള്ളതാണ് എന്നർത്ഥം. So business ethics must be voluntary. The businessman must accept business ethics on their own. Business ethics must be like self-discipline. It must not be enforced by law. ഇന്നത്തെ കാലത്ത് പല ബിസിനസ്സുകാരും പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും പലതരത്തിലുള്ള ചീറ്റിങ്ങുകളോ അല്ലെങ്കിൽ തെറ്റായ പ്രവർത്തനങ്ങളോ ഒക്കെ നടത്തുന്ന ബിസിനസ്സുകാരുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അവർ എത്തിക്സ് ഫോളോ ചെയ്യുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അവര് നിർബന്ധമായിട്ട് സ്വമേധയാ ചെയ്യേണ്ടതാണ്. ഈ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നിയമപരമായിട്ട് അയാൾക്കെതിരെ കേസ് കൊടുത്ത് ചെയ്യിക്കേണ്ട ഒന്നല്ല, അതിൽ നിർബന്ധിതനാവേണ്ടതല്ല. ബിസിനസ് എത്തിക്സ് അത് സ്വമേധയാ എല്ലാ ബിസിനസ്സുകാരും ഫോളോ ചെയ്യേണ്ട ഒന്നാണ്. ദാറ്റ് ഈസ് നോൺ ആസ് വോളണ്ടറി. The next one, it requires education and guidance. That means business must be given proper education and guidance before introducing the business ethics. The businessman must be motivated to use business ethics. They must be informed about the advantages of using ethics. Trade associations and chambers of commerce must also play an active role in this matter. അപ്പോൾ ബിസിനസ് എത്തിക്സ്, ഒരു ബിസിനസ് തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ, ബിസിനസിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ മുമ്പ് തന്നെ ബിസിനസ് എത്തിക്സിനെ കുറിച്ച് ഈ ആളുകൾക്ക് അവർ ബോധേഡാവണം, അവർക്ക് അറിവുണ്ടാകണം. അപ്പൊ സ്വാഭാവികം ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടനയുണ്ട്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചാമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് അസോസിയേഷനുകളുണ്ട്. ഓരോ തരത്തിലുള്ള അസോസിയേഷൻ ഓരോ ബിസിനസ്സിനുണ്ട്. ഇവരൊക്കെ ഈ കാര്യത്തിൽ ബിസിനസ് വരാൻ പോകുന്ന ബിസിനസ് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ കുറിച്ച് അതിന്റെ എത്തിക്സ് എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത്, അതിന്റെ പ്രാധാന്യം എന്ത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെന്താ വളണ്ടറി ആയിട്ട് അത് ചെയ്യാനും താല്പര്യപ്പെടും. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് റിലേറ്റീവ് ടേം എന്ന് പറഞ്ഞാൽ ഇറ്റ് ചേഞ്ചസ് ഫ്രം വൺ ബിസിനസ് ടു അനദർ. ഇറ്റ് ഓൾസോ ചേഞ്ചസ് ഫ്രം വൺ കൺട്രി ടു അനദർ കൺട്രി. വാട്ട് ഈസ് കൺസിഡർഡ് ആസ് ഗുഡ് ഇൻ വൺ കൺട്രി മേ ബി ടാബു ഇൻ അനദർ കൺട്രി. എന്ന് പറഞ്ഞാൽ എല്ലാ ബിസിനസ്സിനും ഒരേ എത്തിക്സ് ആവണം എന്നില്ല. കാരണം പല തരത്തിലുള്ള ബിസിനസ്, ചെറിയ ബിസിനസ് ഉണ്ട്, വലിയ ബിസിനസ് ഉണ്ട്, അതുപോലെ മാനുഫാക്ചറിങ് നടത്തുന്ന ബിസിനസ് ഉണ്ട്, മാർക്കറ്റിംഗ് മാത്രം നടത്തുന്ന ബിസിനസ് ഉണ്ട്, അതുപോലെ സർവീസ് ഓറിയന്റഡ് ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള ആളുകൾക്കൊക്കെ അവരുടെ എത്തിക്സുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുപോലെ ഒരു സ്റ്റേറ്റിലുള്ള എത്തിക്സ് ആവണം എന്നില്ല മറ്റൊരു സ്റ്റേറ്റിൽ, ഒരു രാജ്യത്തുള്ള എത്തിക്സ് ആവണം എന്നില്ല മറ്റൊരു രാജ്യത്തുള്ള, ഇതൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമൂഹത്തിൽ, ആ സ്റ്റേറ്റിൽ, ആ രാജ്യത്ത്, ആ എൻവയോൺമെന്റിൽ, ആ സൊസൈറ്റിയിൽ എന്താണോ ശരി അതായിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ആൻഡ് ലാസ്റ്റ് വൺ, ഇറ്റ്സ് എ ന്യൂ കൺസെപ്റ്റ്. Business ethics is a newer concept. It is strictly followed only in developed countries. It is not followed properly in poor and developing countries. ഇപ്പോഴും നമ്മുടെ ഇന്ത്യ രാജ്യം എന്നുള്ളത് ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്.
അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് പൂർണ്ണമായിട്ട് നടപ്പിലായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പല ബിസിനസ് സ്ഥാപനങ്ങളും എത്തിക്സ് ഫോളോ ചെയ്യുന്നില്ല. എന്നാൽ ഡെവലപ്ഡ് കൺട്രീസ് ഒക്കെ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. സോ ദീസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് ദി സ്കോപ്പ് ഓഫ് ബിസിനസ് എത്തിക്സ്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം, എവിടെയൊക്കെയാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനാണ് നമ്മൾ സ്കോപ്പ് എന്ന് പറയുന്നത്. സോ എത്തിക്കൽ പ്രോബ്ലംസ് ആൻഡ് ഫിനോമിന അറൈസ് അക്രോസ് all the functional areas of companies and at all levels within the company. അപ്പൊ ഒരു കമ്പനിക്ക് അങ്ങനെ പ്രത്യേക ഇന്ന ഏരിയ ഇന്ന ഡിപ്പാർട്ട്മെന്റ് എന്നൊന്നുമില്ല. ആ കമ്പനിയുടെ ആ സ്ഥാപനം വർക്ക് ചെയ്യുന്ന ആ സ്ഥാപനത്തിന്റെ ഏതൊക്കെ ഫങ്ഷണൽ ഏരിയാസ് ഉണ്ടോ ആ ഏരിയാസിലൊക്കെ ആ ഏരിയകളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യണം. എത്തിക്സ് ഇൻ കംപ്ലയൻസ്, എത്തിക്സ് ഇൻ ഫിനാൻസ്, ethics in human resource, ethics in marketing, ethics in production, ethics in purchase, ethics in quality checking, ഇങ്ങനെയുള്ള എല്ലാ ഏരിയയിലും നമ്മൾ എത്തിക്സ് ഫോളോ ചെയ്യണം. അപ്പൊ ഇതിൽ തന്നിട്ടുള്ള 5 ഏരിയ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. എത്തിക്സ് ഇൻ കംപ്ലയൻസ്. അപ്പൊ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും എത്തിക്സ് എന്താണ് നമുക്കറിയണം. അപ്പം ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ അവിടെ നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ട ചില നിയമങ്ങൾ, സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് പാലിക്കേണ്ട നിയമങ്ങളെയാണ് നമ്മൾ, ശരിയായ കാര്യങ്ങളെയാണ്, ശരിയായ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ആദ്യം പറയുന്നത് എത്തിക്സ് ഇൻ കംപ്ലയൻസ്. കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ ഒബേ ചെയ്യുക, അനുസരിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അനുസരണയിൽ എത്തിക്സ് ഇൻ കംപ്ലയൻസ് അതിൽ വരുന്നത് കംപ്ലയൻസ് ഈസ് അബൌട്ട് ഒബേയിങ് ആൻഡ് അഡ്ഹറിങ് ദ റൂൾസ് ആൻഡ് അതോറിറ്റി. The motivation for being compliant could be to do the right thing out of the fear of being caught rather than a desire to be abiding by the law. An ethical climate in an organization ensures that compliance with law is fueled by a desire to abide by the law. Organizations that value high ethics comply with the laws not only in letter but go beyond what is stipulated or expected of them. അപ്പൊ എത്തിക്സ് ഇൻ കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള നിയമങ്ങളും അവർ ഫോളോ ചെയ്യേണ്ടതുണ്ടാവും. കാരണം അവർക്ക് ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരൊരുപാട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ആ കണ്ടീഷൻസ് ഒക്കെ നിർബന്ധമായിട്ടും അവർ പാലിച്ചിരിക്കണം. അത് ജസ്റ്റ് ഞങ്ങളിതൊക്കെ പാലിച്ചിട്ടുണ്ട് എന്ന് എഴുതി കൊടുത്താൽ പോരാ, നിർബന്ധമായിട്ടും അവരത് പാലിക്കണം. അപ്പൊ നിയമം അത് സ്വമേധ, നേരത്തെ നമ്മൾ പറഞ്ഞ ബിസിനസ് എത്തിക്സ് പറഞ്ഞാൽ വളണ്ടറി ആണ്, അല്ലാതെ ഒരാള് എൻഫോഴ്സ് ചെയ്ത് കമ്പൽ ചെയ്ത് ചെയ്യിപ്പിക്കേണ്ട ഒന്ന് അല്ല. ഓക്കെ, അപ്പോ നമ്മൾ ഫോളോ ചെയ്യേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. അതാണ് എത്തിക്സ് ഇൻ കംപ്ലയൻസ്. അതുപോലെ മറ്റൊരു ഏരിയയാണ് എത്തിക്സ് ഇൻ ഫിനാൻസ്. We know that finance is the lifeblood of business. Without finance, any organization cannot survive. So we can go through the ethics in finance. കമ്പനിയുടെ ഫിനാൻസ് വരുന്ന ഏരിയകളിൽ ഏതൊക്കെ മേഖലയിലാണ് എത്തിക്സ്? അതിൽ കൂടുതലൊന്ന് ഇൻ അക്കൗണ്ടിങ്, വിൻഡോ ഡ്രസ്സിങ്, മിസ്ലീഡിങ് ഫിനാൻഷ്യൽ. അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒന്നാണ്. അക്കൗണ്ടിങ് കൃത്യമായിരിക്കും, അതിൽ വെട്ടലോ തിരുത്തലോ മാൽ പ്രാക്ടീസസോ ഒന്നും ഉണ്ടാവാൻ പാടില്ല, മറച്ചു വെക്കാൻ പാടില്ല, തെറ്റായ കാര്യങ്ങൾ കൊടുക്കാൻ പാടില്ല. ഓക്കെ, രണ്ടാമത്തതാണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ നോട്ട് അറ്റ് ആംസ് ലെങ്ത്. നമ്മൾ ചില ബിസിനസ്സുകാരെ മാത്രം, അല്ലെങ്കിൽ പറഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ പാർട്ടീസ് അതുണ്ടാവാൻ പാടില്ല. ദെൻ ഇൻസൈഡർ ട്രേഡിങ് നേരത്തെ നമ്മൾ പറഞ്ഞു. അതുപോലെ ഫ്രോഡ്, മാനിപ്പുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക ബ്ലാക്ക് മാർക്കറ്റിംഗ് പോലുള്ള സംഗതികളൊന്നും നമ്മൾ നടത്താൻ പാടില്ല. ദെൻ എക്സിക്യൂട്ടീവ് കോമ്പൻസേഷൻ. നമ്മൾ കൃത്യമായിട്ട് എംപ്ലോയീസിനോടാണെങ്കിലും അതുപോലെ ഓണേഴ്സിനാണെങ്കിലും കൃത്യമായിട്ട് അവർക്കുള്ള റിട്ടേൺ കൊടുക്കണം. എംപ്ലോയീസിനാണെങ്കിൽ അവർക്ക് സാലറി കൊടുക്കണം, അതുപോലെ ഓണേഴ്സിനാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ലാഭം അവരുടെ കയ്യിലെത്തണം. ഓക്കെ, അതൊന്നും നമ്മൾ ബിസിനസ്സിൽ പിടിച്ചു വെക്കാൻ പാടില്ല. ദെൻ ബ്രൈബറി, kickbacks, overbilling of expense,
ഫെസിലിറ്റേഷൻ ഓഫ് പേയ്മെന്റ്സ്, ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ കവർച്ച നടത്തുക, അല്ലെങ്കിൽ മോഷണം, അല്ലെങ്കിൽ നമ്മൾ ഒളിപ്പിച്ചു വെക്കുക, അല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ എത്രയാണ് ചിലവ് അതിനേക്കാൾ കൂട്ടിക്കാണിക്കുക, അങ്ങനെയുള്ള സംഗതികളൊന്നും ഉണ്ടാവാൻ പാടില്ല. ദെൻ ഫേക്ക് റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തിരിച്ചു കിട്ടുന്നതിനെയാണ് റീഇംബേഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഓർഗനൈസേഷന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ മുക്കത്ത് നിന്ന് കോഴിക്കോട് വരെ യാത്ര ചെയ്തു, നമുക്കൊരു 150 രൂപ ചെലവായി. അപ്പൊ നമ്മൾ ഇവിടെ ഓർഗനൈസേഷനിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ ആവശ്യത്തിന് പോയി, അതിനെനിക്ക് 150 രൂപ ചെലവുണ്ട് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ആ പൈസ തിരിച്ചു കിട്ടും എങ്കിൽ, കമ്പനി ആ പൈസ ഇയാൾക്ക് ചെലവായ പൈസ തിരിച്ചു കൊടുക്കുമെങ്കിൽ അതിനെയാണ് നമ്മൾ റീഇംബേഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഫേക്ക് ആയിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. ചെലവാക്കാതെ ചെലവായിട്ടുണ്ട് എന്ന് പറയാൻ പാടില്ല, അത് റീഇംബേഴ്സ് ചെയ്യാൻ പാടില്ല എന്നാണ്. സോ ദീസ് ആർ ദി ethics in the area of finance. The next one, ethics in human resources. Human resources is the most important resource for an organization, because if the human resource is not much quality, then the organization will be always failure. വേറെ എന്ത് റിസോഴ്സ് നമ്മുടെ അടുത്ത് നല്ല റിസോഴ്സ് ഉണ്ടെങ്കിലും ശരി, ഹ്യൂമൻ റിസോഴ്സസ് മോശമാണെങ്കിൽ ബാക്കി റിസോഴ്സ് ഒന്നും നന്നായിട്ട് കാര്യമില്ല. നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട്, ഒബ്ജക്റ്റീവ്, ഗോൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. സോ ethics should be a pivotal issue for a HR specialist. The ethics of human resource management covers those ethical issues arising around the employer-employee relationship, such as the rights and duties owed between employer and employee. ഒരു ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എംപ്ലോയീസിനെയാണ്, എംപ്ലോയർ-എംപ്ലോയി റിലേഷൻഷിപ്പ്, അത് വളരെ പെർഫെക്റ്റ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഹ്യൂമൻ റിസോഴ്സസുമായി ഒരു ഓർഗനൈസേഷനിൽ എത്തിക്കൽ ഇഷ്യൂസ് വരാൻ സാധ്യതയുള്ളത്? എത്തിക്കൽ ഇഷ്യൂസ് വരിക, ഒന്ന് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവും. ചിലപ്പോ മതത്തിന്റെ പേരിൽ ഡിസ്ക്രിമിനേഷൻ കാണിക്കുക, അതുപോലെ ഡിസേബിൾഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ അവരെ മറ്റുള്ളവരിൽ നിന്നും നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ ഏജിന്റെ കാര്യത്തിൽ ഓൾഡ് ഏജ് ആയ അല്ലെങ്കിൽ ചെറിയ പ്രായമായ ആളുകളെ നമ്മൾ ഡിസ്ക്രിമിനേഷൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ ജെൻഡർ, സെക്സിന്റെ കേസിൽ നമ്മൾ ഡിസ്ക്രിമിനേഷൻ, ഇതൊക്കെ നിർബന്ധമായിട്ടും ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കണം. അങ്ങനെയുള്ള യാതൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പം HRM-ൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഇഷ്യൂ ആണ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത്. അതുപോലെ സെക്ഷൽ ഹരാസ്മെന്റ്, നമുക്കറിയാം സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ സെക്ഷൽ ഹരാസ്മെന്റ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് ലേഡീസ് ആണ്, അവരെ നമ്മൾ ചൂഷണം ചെയ്യുക. അതുപോലെ അഫർമേറ്റീവ് ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിനോട് നമ്മൾ തെറ്റായ തരത്തിലുള്ള പ്രവണത കാണിക്കുക. Then issues surrounding the representation of employees and the democratization of workplace tradeization, etc. എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് എവിടെയാണോ ജോലി ചെയ്യുന്നത് അവരുടെ വർക്ക് എൻവയോൺമെന്റ് പെർഫെക്റ്റ് ആയിട്ട്, അവർക്ക് കൃത്യമായ റെസ്റ്റ് ടൈം കിട്ടണം, അവർക്ക് നല്ല വെളിച്ചമുള്ള വെന്റിലേഷൻ ഒക്കെ ഉള്ള ഏരിയ ആയിരിക്കണം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്, അല്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. Then issues affecting the privacy of employees, നമ്മൾ അവരുടെ പ്രൈവസി അത് നമ്മൾ ഈ ഓർഗനൈസേഷനുമായി കൂട്ടിക്കുഴക്കാൻ പാടില്ല. Then issues affecting the privacy of the employer also. Okay, employee മാത്രമല്ല എംപ്ലോയറുടെ കേസ്. Then issues relating to the fairness of the employment contract and the balance of power between employer and employee. എന്ന് പറഞ്ഞാൽ അവർ എത്ര കാലത്തെ എംപ്ലോയി കോൺട്രാക്ട് എത്ര പീരിയഡിനാണോ ആ പീരിയഡ് വരെ മാത്രമാണ് അവർക്ക് നമ്മൾ ഈ നിയമം അനുസരിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ ഔട്ട്സൈഡർ ആണ്. ഓക്കെ. ദെൻ ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്, നമ്മൾ ഇപ്പോൾ നമുക്കറിയാം കൺസ്ട്രക്ഷൻ ഫീൽഡൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഉയർന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഹെൽമെറ്റ് ധരിക്കുക, അതുപോലെ മറ്റു തരത്തിലുള്ള സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയും വേണം. അപ്പോൾ then companies tend to shift economic risk onto the shoulders of their employees. The boom of performance related pay system and flexible employment contracts are indicators of these newly established forms of shifting risk. റിസ്ക് എല്ലായ്പ്പോഴും എന്ത് ചെയ്യാം, ഒരാളെടുത്ത് മാത്രമല്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലപ്പോ സെയിൽ കൂടുതൽ നടക്കുകയാണെങ്കിൽ
അല്ലെങ്കിൽ കൂടുതൽ മാനുഫാക്ചറിങ് നടക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സെയിൽ നടത്തും, അങ്ങനെ കൂടുതൽ ലാഭം ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഓഫ് സീസൺ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഈ സ്റ്റാൻഡേർഡിലൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. റിസ്ക് എപ്പോഴും ഒരാളെ ഷോൾഡറിൽ മാത്രം ആയിട്ട് വരാൻ പാടില്ല. ദാറ്റ് ഷുഡ് ബി ഷെയർഡ് ടു എംപ്ലോയർ ആൻഡ് എംപ്ലോയി. അപ്പോൾ നാലാമത്തെ ഏരിയയാണ് സ്കോപ്പ് ഓഫ് ബിസിനസ് എത്തിക്സിന്റെ നാലാമത്തെ ഏരിയയാണ് എത്തിക്സ് ഇൻ മാർക്കറ്റിംഗ്. Marketing ethics is the area of applied ethics which deals with the moral principles behind the operation and regulation of marketing. അപ്പൊ നമ്മൾ മാനുഫാക്ചറിങ് നടത്തിയിട്ടുള്ള ഗുഡ്സ് അത് നമ്മൾ മാർക്കറ്റ് ചെയ്യും. അപ്പൊ ഈ മാർക്കറ്റിംഗിൽ നമ്മൾ കൃത്യമായിട്ട് എത്തിക്സ് ഫോളോ ചെയ്യണം എന്നർത്ഥം. അതിൽ വരുന്ന ഒന്നാമത്തെ ഏരിയയാണ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഫിക്സിങ്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, പ്രൈസ് സ്കിമ്മിങ്, അതൊക്കെ നിങ്ങൾ അടുത്ത സെമസ്റ്ററിൽ പഠിക്കും ഓരോന്നും. അപ്പൊ ഏതാണെങ്കിലും പ്രൈസ് എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് വ്യത്യസ്ത പ്രൈസ്, അതാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അതുപോലെ ആന്റി കോമ്പറ്റീവ് പ്രാക്ടീസ്, നമ്മൾ ആരോഗ്യപരമായ ഹെൽത്തി കോമ്പറ്റീഷൻ നമുക്ക് അലൗഡ് ആണ്. അനാരോഗ്യപരമായിട്ട് മറ്റൊരാളുടെ ബിസിനസ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള എന്താ പറയാ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ നടത്തരുത്. അതുപോലെ മറ്റൊന്നാണ് മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റിലൂടെ എന്തും പറയാം എന്നുള്ള സ്വഭാവം പലപ്പോഴും നമ്മൾക്ക് കാണാറുള്ളതാണ്. തെറ്റായ കാര്യങ്ങൾ വരെ അതിൽ ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ നമ്മൾ പലപ്പോഴും പല സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പല പ്രോഡക്റ്റുകൾക്കെതിരെ നമ്മൾ നിയമപരമായിട്ട് ആക്ഷൻ എടുത്തതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ആ തരത്തിൽ തെറ്റായ കാര്യങ്ങളൊന്നും അഡ്വർടൈസ്മെന്റിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ കണ്ടന്റ് ഓഫ് അഡ്വർടൈസ്മെന്റ്, അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ അത് ആളുകൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് സതുദ്ദേശമാണ് ലഭിക്കേണ്ടത്, നല്ല മീനിങ് ആണ് കിട്ടേണ്ടത്. അപ്പൊ അതിൽ ചിലപ്പോൾ എന്തായിരിക്കും സിഗരറ്റ് വലിച്ചുകൊണ്ട് സ്മോക്കിംഗ് നടത്തിക്കൊണ്ടുള്ള പരസ്യം അല്ലെങ്കിൽ ഡ്രഗ്സ് കഴിച്ചുകൊണ്ടുള്ള അതൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. ദെൻ ചിൽഡ്രൻ ആൻഡ് മാർക്കറ്റിംഗ്, ചൈൽഡ് അബ്യൂസ് ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ കുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടുള്ള തരത്തിലുള്ള മാർക്കറ്റിംഗ് ഉണ്ടാവരുത് എന്നർത്ഥം. അതുപോലെ മറ്റൊന്നാണ് ബ്ലാക്ക് മാർക്കറ്റ്, ഗ്രേ മാർക്കറ്റ്, പൂഴ്ത്തിവെപ്പ് പോലുള്ള സംഗതികൾ മാർക്കറ്റിൽ ഉണ്ടാവാൻ പാടില്ല. ആൻഡ് ലാസ്റ്റ് ഏരിയയാണ് എത്തിക്സ് ഇൻ പ്രൊഡക്ഷൻ. നമുക്കറിയാം പ്രൊഡക്ഷൻ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പ്രൊഡക്ഷൻ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്ത് സ്വാഭാവികമായിട്ടും അവിടെയും എത്തിക്സ് നമ്മൾ നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യണം. ഓക്കെ, അതിൽ കുറെ സംഭവങ്ങൾ നമുക്ക് നല്ല ടെക്നോളജി ഉപയോഗിക്കുക, നല്ല മെറ്റീരിയൽ ഉപയോഗിക്കുക, ശരിയായ അളവിൽ ഉപയോഗിക്കുക എന്നൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ നോക്കാം നമുക്ക്. ഡിഫക്റ്റീവ്, അഡിക്റ്റീവ് ആൻഡ് ഇൻഹറന്റ്ലി ഡേഞ്ചറസ് പ്രോഡക്റ്റ് ഉണ്ടാവാൻ പാടില്ല. ഡിഫക്റ്റ് പ്രോഡക്റ്റുകൾ, ഡേഞ്ചറസ് പ്രോഡക്റ്റുകളൊന്നും നമ്മൾ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കരുത്. എത്തിക്കൽ റിലേഷൻ ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ദ എൻവയൺമെന്റ് ഇൻക്ലൂഡ് പൊല്യൂഷൻ, എൻവയൺമെന്റൽ എത്തിക്സ് ആൻഡ് കാർബൺ എമിഷൻസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ വാഹനങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ പറയാറില്ലേ കൃത്യമായിട്ട് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ അടുത്ത് വേണം. അതുപോലെ തന്നെ കമ്പനികളാണെങ്കിലും ശരി, അവിടെ പൊല്യൂഷൻ അവർക്ക് അനുവദിച്ച അളവിനേക്കാളും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ എൻവയൺമെന്റൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി ലോലമായിട്ട് അല്ലെങ്കിൽ പരിസ്ഥിതിയോട് യോജിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒന്നാവണം, അല്ലെങ്കിൽ പരിസ്ഥിതിയെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള തരത്തിലുള്ള പ്രൊഡക്ഷൻ നടത്താൻ പാടില്ല. ദെൻ മറ്റൊന്നാണ് എത്തിക്കൽ പ്രോബ്ലംസ് അറൈസിങ് ഔട്ട് ഓഫ് ന്യൂ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികളൊക്കെ പലപ്പോഴും പലതരത്തിലുള്ള ചോക്ലേറ്റ്, അതുപോലെ പലതരത്തിലുള്ള ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ കുട്ടികൾക്ക് ഹാംഫുൾ ആയ സംഗതി, ഇപ്പൊ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പെട്ടെന്ന് വരാൻ സാധ്യതയുള്ള പ്രോഡക്റ്റ്, അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നിന്നും നമ്മൾ പിൻവലിയണം. അതുപോലെ പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് എത്തിക്സ്, നമ്മൾ പ്രോഡക്റ്റുകൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സാമ്പിളിന് എടുക്കുന്ന പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റും ബാക്കിയുള്ളതോ ഒക്കെ മോശമായ പ്രോഡക്റ്റ് ആ രൂപത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതാണ് ടെസ്റ്റിംഗ് എത്തിക്സ്. Then the most systematic approach to fostering ethical behavior is to build corporate cultures that link ethical standards and business practices. എന്ന് പറഞ്ഞാൽ
ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയാണെങ്കിലും അത് നമ്മുടെ സൊസൈറ്റിക്കോ അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സുകൾക്കോ ഒന്നും യാതൊരു തരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ അടുത്തുണ്ട്. സൊസൈറ്റിയുടെ കൾച്ചർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ കൾച്ചർ അതിനൊന്നും ഹാംഫുൾ ആവുന്ന രൂപത്തിലുള്ള യാതൊരുവിധ പ്രവർത്തനവും നമ്മുടെ മാനുഫാക്ചറിങ് കാരണം ഉണ്ടാവാൻ പാടില്ല. ദീസ് ആർ ദി 5 areas or 5 scopes of business ethics. Ethics in compliance, ethics in finance, ethics in human resources, ethics in marketing, and ethics in production. Okay. Meaning, next one ആണ് factors influencing business ethics. Business ethicsനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? എന്തിനൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് അല്ലെങ്കിൽ ആ റൂൾസ് സെറ്റ് ചെയ്യേണ്ടത് എന്നാണ്. ഒന്ന്, പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സ്. A man's personal code of ethics, that is what one considers moral, is the foremost responsible factor influencing his behavior. നമ്മൾ ഒരാളോട് നമ്മൾ ഓക്കെ പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സ്. ആ പേഴ്സണൽ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ് കാരണം ഒരു വ്യക്തിക്ക് അയാളുടെ കോഡ് ഓഫ് എത്തിക്സിന് അല്ലെങ്കിൽ അയാളുടെ മൊറാലിറ്റിക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അയാളുടെ വിശ്വാസത്തിന് വിശ്വാസം ഹനിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം നമ്മുടെ അടുത്ത് നിന്ന് ഉണ്ടാവാനായിട്ട് പാടില്ല. അത് ഏത് വിഭാഗത്തിലുള്ള ആളാണ്. രണ്ടാമത്തേതാണ് ലെജിസ്ലേഷൻ. ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ലീഗൽ പോയിന്റ്സ് ആണ്. പലതരത്തിലുള്ള നിയമം. ദ ഗവൺമെന്റ് മേ ഇംപ്ലിമെന്റ് സർട്ടൻ ലോസ് which are implemented for the benefits of the society and at the same time for the benefits of the business also. ഈ രണ്ട് ബിസിനസ്സിനെയും സൊസൈറ്റിയെയും പ്രൊട്ടക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള നിയമങ്ങളാണ് എല്ലാ നിയമങ്ങളും നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ ബിസിനസ് ഓർഗനൈസേഷൻസ് ഷുഡ് consider the laws implemented by the government before setting our business ethics. Then third one, government rules and regulations. Then the supreme government laws to support the government regulations regarding the working condition, product safety, statutory warning, etc. These provide some guidelines to the business managers in determining what are acceptable or recognized standards and practice. ഗവൺമെന്റ് ചില നിയമങ്ങളുണ്ട്, ചില റൂൾസ്. നേരത്തെ നമ്മൾ പറഞ്ഞ ലോസും അതുപോലെ ഈ റെഗുലേഷനും ഒക്കെ മാറ്റമുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ലഹരി പദാർത്ഥം അല്ലെങ്കിൽ സിഗരറ്റ്സ് പോലുള്ള പദാർത്ഥങ്ങൾ നമ്മൾ വിൽക്കാൻ പാടില്ല. അത് നിയമമാണ്. ഓക്കെ. എന്നാൽ നമുക്ക് മുതിർന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രോഡക്റ്റുകൾ നമുക്ക് വിൽക്കാൻ പറ്റും. പക്ഷെ അതൊരിക്കലും എന്ത് ചെയ്യരുത്, അത് അവർക്ക് ഗുണമാണെന്നുള്ള രൂപത്തിലല്ല. നിർബന്ധമായിട്ട് അവർക്ക് നമ്മൾ വാണിംഗ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ പാക്കറ്റിന്റെ പുറത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും സ്മോക്കിംഗ് ഈസ് അല്ലെങ്കിൽ സ്മോക്കിംഗ് കോസസ് ഫോർ ക്യാൻസർ എന്നോ അല്ലെങ്കിൽ സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്നൊക്കെ നമ്മൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ ഗവൺമെന്റ് പറയുന്ന നിയമങ്ങളും റെഗുലേഷൻസും ഒക്കെ നമ്മൾ കൃത്യമായി. അതുപോലെ തന്നെ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചുള്ള അതിലുള്ള എംപ്ലോയീസിന്റെ വർക്കിംഗ് എൻവയോൺമെന്റ് കണ്ടീഷൻസ് എങ്ങനെയായിരിക്കണം അത് നിർബന്ധമായിട്ട് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ. ദ നെക്സ്റ്റ് വൺ ആണ് എത്തിക്കൽ കോഡ് ഓഫ് ദി കമ്പനി എന്ന് പറഞ്ഞാൽ and any unethical behavior or conduct on the part of the company shall endanger its established reputation, public image, and goodwill. Hence, most companies are very cautious in this respect. They issue specific guidelines to their subordinates regarding the dealings of the company. അപ്പോൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ
ഉണ്ടായി കഴിഞ്ഞാൽ അത് ആ കമ്പനിയുടെ ഗുഡ്വില്ലിനെ, റെപ്യൂട്ടേഷനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ പല കമ്പനികളും ഗിവിംഗ് ഗൈഡ് ലൈൻസ് ഓർ ഇൻസ്ട്രക്ഷൻ ടു ദെയർ എംപ്ലോയീസ് റിഗാർഡിംഗ് ദെയർ products, means in the way of behaving to the customers or maybe at the time of production. ഇപ്പോൾ നമ്മൾ ഷോപ്പിലേക്കൊക്കെ വരുമ്പോൾ കസ്റ്റമേഴ്സിനോട് മാന്യമായി പെരുമാറണം, അല്ലെങ്കിൽ നമ്മുടെ ഗുഡ്സിന്റെ ക്വാളിറ്റിയിൽ യാതൊരുവിധ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല, ഹാർംഫുൾ ആവാൻ പാടില്ല എന്നൊക്കെ കൃത്യമാണ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഫക്ട് ദി ഗുഡ്വിൽ ഓർ പ്രസ്റ്റീജ് ഓർ ഇമേജ് ഓഫ് ദി കമ്പനി. അത് നമ്മുടെ കമ്പനിയെ തന്നെ, അതിന്റെ ഇമേജിനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറയുന്ന ഇഷ്ടംപോലെ കമ്പനികൾ, അല്ലെങ്കിൽ അതിൽ ശ്രദ്ധ ചെലുത്തുന്ന കമ്പനികളാണ് ഇന്ന് നിലനിൽക്കുന്ന മിക്ക കമ്പനികളും. ദെൻ മറ്റൊന്നാണ് സോഷ്യൽ പ്രഷേഴ്സ്. Social pressures means from the part of the society. If a company supplies substandard products and get involved in unethical conduct, the consumers will become indifferent towards the company. Such refusals shall exert a pressure on the company to act honestly and adhere strictly to the business ethics. Sometimes the society itself may turn against a company. In case ഏതെങ്കിലും കമ്പനികളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ വീഴ്ച വന്നു, ഒരു മോശമായ പ്രോഡക്റ്റ് ആളുകൾക്ക് അവർ കൊടുത്തു, അവർ അണത്തിക്കൽ പ്രാക്ടീസ് നടത്തി എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ആളുകളൊക്കെ, ആ സൊസൈറ്റിയിലുള്ള ആളുകൾ, കൺസ്യൂമേഴ്സ് എല്ലാം ഈ കമ്പനിക്കെതിരെ തിരിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള മൂവ്മെന്റ്സ് ഒക്കെ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ കമ്പനിക്ക് എതിരായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ബിസിനസ് എത്തിക്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത്, റൂൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോഷ്യൽ പ്രഷേഴ്സ് നിർബന്ധമായിട്ടും കൺസിഡർ ചെയ്യണം. ദ നെക്സ്റ്റ് വൺ ആണ് എത്തിക്കൽ ക്ലൈമറ്റ് ഓഫ് ദി ഇൻഡസ്ട്രി. Ethical climate of the industry. Modern industry today is working in a more and more competitive atmosphere. Hence, only those firms which strictly adhere to the ethical code can retain its position unaffected on its line of business. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് എ കോമ്പറ്റിറ്റീവ് എൻവയൺമെന്റ് ഇൻ എവറി ഫീൽഡ് ഓഫ് ലൈഫ്, especially in case of the business. Many of the peoples are starting their own business and they are trying to survive in the market. ഇഷ്ടം പോലെ ആളുകൾ ബിസിനസ്സുകൾ തുടങ്ങുന്നു, പലതും ഫെയിൽ ആവുകയാണ്. എന്നിട്ട് അവര് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രയാസപ്പെടുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എത്തിക്സിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി അഫക്ട്സ് ദി routine operations of the business. ആ ബിസിനസ്സിന് പിന്നെ യാതൊരു എക്സിസ്റ്റൻസും ഉണ്ടാവില്ല. Okay, so ethical climate of the industry itself. So these are the factors influencing the business ethics. Next one ആണ് principles of business ethics. അപ്പൊ ഈ ബിസിനസ് എത്തിക്സ് സെറ്റ് ചെയ്യുമ്പോൾ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്ത പോലെ തന്നെ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസ് എല്ലാം ഉണ്ടായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യുന്ന ബിസിനസ് എത്തിക്സ്. അപ്പൊ എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ്? ഒന്ന്, ഹോണസ്റ്റി. നമുക്കറിയാം, സത്യസന്ധത. എംപ്ലോയീസിനോടാണെങ്കിലും അല്ലെങ്കിൽ സപ്ലയേഴ്സിനോടാണെങ്കിലും കസ്റ്റമേഴ്സിനോടാണെങ്കിലും ഗവൺമെന്റിനോടാണെങ്കിലും ഒക്കെ വി ഷുഡ് ബി ഇൻ ഹോണസ്റ്റി. ദെൻ അനദർ വൺ, ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റിലേഷൻഷിപ്പ്. എല്ലാ ആളുകളോടും നമ്മൾ വിശ്വാസ്യത പുലർത്തണം. കസ്റ്റമേഴ്സ്, അത് ഏത് മതക്കാരാണെങ്കിലും ഏത് വിഭാഗം ആളുകളാണെങ്കിലും ഏത് എന്താ പറയാ സൊസൈറ്റിയിൽ ഏത് ലെവലിലുള്ള ആളുകളാണെങ്കിലും, ഇൻകം കൂടുതലുള്ള ആളും കുറവുള്ള ആളുകളാണെങ്കിലും ഒക്കെ അവരോടൊക്കെ നമ്മൾ നല്ല റിലേഷൻഷിപ്പ് ആവണം. ആൻഡ് അവരുടെ വിശ്വാസത്തെയോ അവരുടെ സംസ്കാരത്തെയോ ഒന്നും നമ്മൾ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല. അതുപോലെ ട്രസ്റ്റ് വർത്തി. ട്രസ്റ്റ് വർത്തി എന്നാണ് കേട്ടോ. ട്രസ്റ്റ് വർത്തി ആൻഡ് എ പ്രോമിസ് കീപ്പർ. അപ്പൊ നമ്മള് നമ്മുടെ ബിസിനസ് എത്തിക്സിലൂടെ എന്ത് മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത് അത് കൃത്യമായിട്ട് പാലിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നതാണ് പ്രോമിസ് കീപ്പർ, വാക്ക് പാലിക്കുക. ട്രസ്റ്റ് വർത്തി മീൻസ് പരസ്പര വിശ്വാസം. അപ്പോൾ ചില ആളുകൾ എന്താണ്, നല്ല ബ്രാൻഡ്, ഏതെങ്കിലും ഒരു ബ്രാൻഡ് മാത്രം, ഒന്നോ രണ്ടോ ബ്രാൻഡുകൾ മാത്രം യൂസ് ചെയ്യുന്ന ആളുകൾ, ബിക്കോസ് ദേ ആർ ട്രസ്റ്റ് വർത്തി വിത്ത് ദാറ്റ് ബ്രാൻഡ്സ്.
ആ ബ്രാൻഡിൽ അവർക്ക് വിശ്വാസമുണ്ട്. അപ്പൊ അവർ ചീറ്റ് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പൊ അത് നമ്മൾ കീപ്പ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം, നിലനിർത്തണം. ദെൻ മറ്റൊന്ന് ലോയൽറ്റി, മീൻസ് ഡിവോഷൻ ടു ഡ്യൂട്ടി ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ഇൻ അഡ്വേഴ്സിറ്റി. ഇപ്പൊ ലോയൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് മാത്രം വാങ്ങും. അല്ലെങ്കിൽ ഒരാൾ, ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വെജിറ്റബിൾസ് വാങ്ങുമ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങാം. ആ ഷോപ്പിൽ സാധനം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തൽക്കാലം ഒന്ന് വാങ്ങേണ്ട, നാളെ വാങ്ങിക്കാന്ന് പറയും. ബിക്കോസ് വി ആർ ലോയൽ കസ്റ്റമേഴ്സ് ടു ദാറ്റ് സെയിൽസ്മാൻ ഓർ ടു ദാറ്റ് വെൻഡർ. ആ ആളുകളോട് നമ്മൾ ലോയലാണ്, കാരണം അവർ നമ്മളെ ചീറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാവും. ദെൻ മറ്റൊന്നാണ് ഫെയർനെസ്. നമുക്കറിയാലോ, നീതി പുലർത്തുക. നമ്മൾ ചെയ്യുന്ന ഡീലിങ്സിൽ കസ്റ്റമറുമായിട്ട് അല്ലെങ്കിൽ ആരൊക്കെയാണോ അവരൊക്കെ ആയിട്ട് നമ്മൾ നീതി പുലർത്തുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഡീസന്റ് ബിഹേവിയർ ആവും, ഇൻഡീസെന്റ് ബിഹേവിയേഴ്സ് ഉണ്ടാവാൻ പാടില്ല. നമ്മളുമായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകളെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. ദെൻ മറ്റൊന്നാണ് കമ്പാഷൻ ആൻഡ് എംപതി. That means they strive to achieve their business goals and targets in a manner that causes the least harm and the greatest positive good. എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പാഷൻ ആൻഡ് എംപതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ നമ്മുടെ സ്ഥാനത്ത് കാണുക, അല്ലെങ്കിൽ അയാളുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്നുള്ള ഒരു കാഴ്ചപ്പാട്, അതിനെയാണ് നമ്മൾ എംപതി, കമ്പാഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരാളുമായി ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, അപ്പൊ എന്ന് പറഞ്ഞാൽ there is a positive attitude in everything, optimism, and we want to keep our dignity positively, and we want to give their dignity as positive. The next one, respect. ആരെയും നമ്മൾ മോശമായി കാണാൻ പാടില്ല. We want to give respect to the government and give respect to the customers, give respect to the suppliers, in every person's. Okay. Then law abiding. That means follow the rules. ഫോളോ ദി റൂൾസ്. അതിനാൽ ലോ അബൈഡിങ് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് മാത്രമേ നമ്മൾ ചെയ്യാവൂ. ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല, തെറ്റായ ഇൻഫർമേഷൻസ് ഒന്നും പാസ് ചെയ്യാൻ പാടില്ല. മറ്റൊന്നാണ് കമ്മിറ്റഡ് ടു എക്സലൻസ്. കമ്മിറ്റഡ് ടു എക്സലൻസ്. വി വാണ്ട് ടു ഗിവ് എക്സലന്റ് പ്രോഡക്ട്സ്, എക്സലന്റ് സർവീസ്, എക്സലന്റ് ഡീലിംഗ്, എക്സലന്റ് ഇൻഫർമേഷൻസ്, എക്സെട്ര. ഓക്കെ. ദെൻ leadership. We should be always a positive role model to the society. Our business should keep a leadership in the market. Okay. Then another one, reputation and morale. നമ്മൾ ഇതുവരെ പറഞ്ഞു തന്നെയാണ്. The next one, accountability. Accountability എന്ന് പറഞ്ഞാൽ കടപ്പാട്. So they accept personal accountability for the ethical quality of their decisions. ഇനി അപ്പൊ ഈ തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ കുറെ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇങ്ങനെയൊക്കെ ബിസിനസ് എത്തിക്സ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ആർ ദി ബെനിഫിറ്റ്സ്? ഈ ബിസിനസ് എത്തിക്സ് കൊണ്ട് എന്താണ് നേട്ടം? ഒന്നാമത്തത്, corresponds to basic human needs. The basic need of every human being is that they want to be part of the organization, which they can respect and be proud of because they perceive it to be ethical. എല്ലാ ആൾക്കും, and the HR managers have to fulfill the basic need of employees. അപ്പോൾ ഒരു ബേസിക് ഹ്യൂമൻ നീഡ്, ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ ആ കസ്റ്റമറെ നമ്മൾ ഒരു മാനുഷിക പരിഗണന അയാൾക്ക് നൽകും, സപ്ലയേഴ്സിന് മാനുഷിക പരിഗണന നൽകും, എംപ്ലോയീസിന് എംപ്ലോയി എന്നുള്ള ലെവലിലുള്ള പരിഗണന നമ്മൾ നൽകുക. അതൊക്കെയാണ് കറസ്പോണ്ട്സ് ടു ബേസിക് ഹ്യൂമൻ നീഡ്സ് എന്നുള്ളത്. അപ്പോൾ കസ്റ്റമർ ആണെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ കിട്ടും. അതുപോലെ എംപ്ലോയീസ് ആണ്, അയാൾക്ക് റീസണബിൾ ആയിട്ടുള്ള സാലറി കിട്ടും. സപ്ലയർ ആണെങ്കിൽ അയാളുമായിട്ടുള്ള ഡീലിങ്സ് ഇഫക്റ്റീവ് ആയിരിക്കും എന്നൊക്കെ ഉള്ളതാണ് ബിസിനസ് എത്തിക്സിന്റെ ഒരു ഗുണം.
we have a better credibility in the eyes of public. പബ്ലിക്കിന്റെ മുന്നിൽ നമ്മൾ എന്തായിരിക്കും, വളരെ നല്ല ഒരു സ്ഥാപനമായിരിക്കും. Then credibility with the employees. എംപ്ലോയീസിന് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും, റീസണബിൾ സാലറി, റീസണബിൾ വർക്കിംഗ് എൻവയൺമെന്റ്, വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ പെർഫെക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദ കമ്പനി ഹാസ് എ ക്രെഡിബിലിറ്റി വിത്ത് ദി എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ മുന്നിലും അല്ലെങ്കിൽ എംപ്ലോയീസ് വളരെ ഹാർഡ് വർക്ക് ആയിരിക്കും, വളരെയധികം എഫിഷ്യന്റ് ആയിട്ടും ഇഫക്റ്റീവ് ആയിട്ടും ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. മറ്റൊന്നാണ് ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ ഈ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ വി ഹാവ് നോ ഫിയർ ടു ടേക്ക് എനി ഡിസിഷൻ ദാറ്റ് വിൽ ബി ബെറ്റർ ഫോർ ദി സൊസൈറ്റി. അത് ആ സൊസൈറ്റിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രിഫറൻസ് കൊടുത്തുകൊണ്ടായിരിക്കും നമ്മൾ തീരുമാനം. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല തീരുമാനമായിരിക്കും. ദെൻ പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്നത്, ദാറ്റ് ഇഫ് വി ആർ ഫോളോയിങ് ബിസിനസ് എത്തിക്, ദാറ്റ് ഡസന്റ് മീൻ വി ഹാവ് നോ പ്രോഫിറ്റ്. വി ക്യാൻ മാക്സിമൈസ് അവർ പ്രോഫിറ്റ് ബൈ ഫോളോയിങ് ദ ബിസിനസ് എത്തിക്സ്. ശരിക്കും നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ കഴിയാണ്, അല്ലെങ്കിൽ ഏൺ ചെയ്യാനാണ് കഴിയുക. നമ്മൾ കുറച്ച് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയേക്കാം, കൂടുതൽ എക്സ്പെൻസ് നമുക്ക് വന്നേക്കാം, പക്ഷെ അതിനനുസരിച്ച് കൂടുതൽ പ്രോഫിറ്റും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ദെൻ പ്രൊട്ടക്ഷൻ ടു ദി സൊസൈറ്റി. നമ്മൾ ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളും ആർക്കും ഹാംഫുൾ ആയിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ ദാറ്റ് വിൽ ബി അവർ ക്രെഡിബിലിറ്റി ടുവേർഡ്സ് ദി സൊസൈറ്റി ആൻഡ് വൈസ് വേഴ്സ. ഓക്കെ, നമുക്ക് ഏറ്റവും നല്ല ഗുഡ്സ് റീസണബിൾ പ്രൈസിന് കൊടുത്തുകൊണ്ട്, ഏറ്റവും നല്ല റെമ്യൂണറേഷൻ എംപ്ലോയീസിന് കൊടുത്തുകൊണ്ട്, ഏറ്റവും നല്ല ഹ്യൂമൻ കൺസിഡറേഷൻ കസ്റ്റമേഴ്സിനും കൊടുത്തുകൊണ്ട്, ഏറ്റവും നല്ല ഇൻഫർമേഷൻ ഗവൺമെന്റിന് കൊടുത്തുകൊണ്ടൊക്കെ നമുക്ക് സൊസൈറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി കോസസ് ഓഫ് അൺഎത്തിക്കൽ ബിഹേവിയർ. ഇനി നമ്മൾ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ, ഇഫ് യു ആർ നോട്ട് ഫോളോയിങ് ദ ബിസിനസ് എത്തിക്സ്, then what will be the reason? എന്തുകൊണ്ടാണ് ചില കമ്പനികളെങ്കിലും ചില സ്ഥാപനങ്ങളെങ്കിലും എത്തിക്സ് ഫോളോ ചെയ്യാത്തത്? അതിനുള്ള കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, കുക്കിംഗ് ദി ബുക്സ് ടു ലുക്ക് ഗുഡ്, ടു സെക്യൂർ എ പ്രൊമോഷൻ ഓർ കീപ് ഇൻവെസ്റ്റേഴ്സ് ഹാപ്പി, ബട്ട് ഓൺലി ഫോർ ഷോർട്ട് ടേം. നമ്മൾ എന്താ പറയാ, ബിസിനസ് അല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ എത്തിക്സിനൊന്നും പ്രാധാന്യം കൊടുക്കണ്ട, നമ്മൾ മാക്സിമം ലാഭം ഉണ്ടാക്കുക എന്നുള്ള തെറ്റായ ധാരണയാണ്. വി ക്യാൻ മേക്ക് മോർ പ്രോഫിറ്റ് if you are not considering the business ethic, but we want to be noted that this is for only this profit for only for short term. We cannot exist for long term. And second one, fear of failure, fear of losing a job, fear of disappointing the boss. As an employee, we want to do our duty. If we are following the ethics, it may disappoint, the fear of disappointing the boss. നമ്മുടെ എംപ്ലോയർ എന്ത് വിചാരിക്കും, ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ അത് എംപ്ലോയറെ അല്ലെങ്കിൽ നമ്മുടെ ബോസിനെ അത് എന്താ പറയാ, നമ്മളോട് ദേഷ്യത്തിന് കാരണമാവോ എന്നുള്ള പേടി. Then another one, greed for more prestige, profit, a better position with better pay. കൂടുതൽ ലാഭം ഉണ്ടാക്കുക, എന്നിട്ട് കൂടുതൽ സാലറി കൊടുക്കുക എന്നുള്ള രൂപത്തിൽ ഉള്ള പ്രവർത്തനം. ദെൻ ലാസിനെസ് മീൻസ് മടി, അല്ലെങ്കിൽ കൺവീനിയൻസ്, നമ്മൾ റിസ്ക് എടുക്കാനുള്ള മടി. അപ്പോൾ ബിസിനസ് എത്തിക്സ് അതൊന്നും ഇപ്പം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ഇടപെടേണ്ടതില്ല എന്ന തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. Then endanger employees or not paying the wages they deserve, withholding benefits or poor work condition. കൃത്യമായിട്ട് പേയ്മെന്റ് കൊടുക്കാതിരിക്കുക, അതുപോലെ റീസണബിൾ ആയിട്ടുള്ള വേജസ് കിട്ടാതിരിക്കുക, എംപ്ലോയീസിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുക, വളരെ മോശമായ വർക്കിംഗ് കണ്ടീഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നന്നായിട്ട് ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്തുകൊണ്ട് ജോലി ചെയ്യാൻ എംപ്ലോയീസും തയ്യാറാവണം എന്നില്ല. നോമിംഗ്ലി മാർക്കറ്റ് ഡേഞ്ചറസ് പ്രോഡക്ട്സ് ഓർ മേക്കിംഗ് ഫോൾസ് ആൻഡ് മിസ്ലീഡിങ്. ചില ആളുകൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ലാഭം, കുറച്ചു കാലത്തേക്ക് കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് ഹാംഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ, പലപ്പോഴും നമുക്കറിയാം ലഹരി പദാർത്ഥങ്ങൾ പോലുള്ള സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ
വിൽക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ഡേഞ്ചറസ് ആയിട്ട് ഹാംഫുൾ പ്രോഡക്ട്സ് ഒക്കെ മാർക്കറ്റിൽ വിൽക്കുന്ന ആളുകളുണ്ട്. ആൻഡ് ഫൈനലി റേഷണലൈസേഷൻ. Rationalization means they think that everyone does it, then why only I am ready to change? ഞാൻ മാത്രം എന്തിനാണ് മാറുന്നത്, എല്ലാവരും ചെയ്യുന്ന അതുപോലെ തന്നെ ഞാനും ചെയ്യുക എന്നുള്ള ഒരു വേ ഓഫ് തിങ്കിങ്. Then ഇനി ബിസിനസ് എത്തിക്സ് ആർഗ്യുമെന്റ്സ് ഫോർ ബിസിനസ് എത്തിക്സ് ഉണ്ട്, ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് ബിസിനസ് എത്തിക്സ് ഉണ്ട്. അപ്പൊ എന്താണ് ഈ ആർഗ്യുമെന്റ്സ് ഫോർ ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ, ബിസിനസ് എത്തിക്സ് ആവശ്യമാണ്, ബിസിനസ് എത്തിക്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരുടെ വാദങ്ങളാണ് എത്തിക്സ് അപ്ലൈസ് ടു ഓൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. എത്തിക്സ് എല്ലാ ആളുകൾക്കും ബാധ്യതയാണ്, അതുകൊണ്ട് ബിസിനസ്സിനും എത്തിക്സ് ഉണ്ടായിരിക്കണം എന്നാണ് അവരുടെ ഒരു വാദം. രണ്ടാമത്, ബിസിനസ് കനോട്ട് സർവൈവ് വിത്തൗട്ട് എത്തിക്സ്. ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യണം എന്ന് പറയുന്ന ആളുകൾ പറയുന്ന മറ്റൊരു വാദമാണ്, ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യാതെ നമുക്ക് നിലനിൽപ്പില്ല. ദെൻ എത്തിക്സ് ഈസ് കൺസിസ്റ്റന്റ് വിത്ത് പ്രോഫിറ്റ് സീക്കിംഗ്. നമ്മൾ എത്തിക്സ് ഫോളോ ചെയ്താലേ നമുക്ക് സ്ഥിരമായിട്ട് ലോങ് ടേമിലേക്ക് പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. ദെൻ അതുപോലെ മറ്റൊന്നാണ് കസ്റ്റമേഴ്സ്, എംപ്ലോയീസ് ആൻഡ് പീപ്പിൾ ഇൻ ജനറൽ കെയർ അബൌട്ട് ദിസ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കസ്റ്റമർ ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും പൊതുജനങ്ങളാണെങ്കിലും ഒക്കെ ഈ എത്തിക്സിനെ കുറിച്ച് ബോധവാന്മാരാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും ബിസിനസ്സുകാരെല്ലാവരും ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യേണ്ടതാണ്. ദെൻ ബിസിനസ് എത്തിക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ആർഗ്യുമെന്റ് ആണ്, എത്തിക്സ് ഡസ് നോട്ട് detract from profits and seems to contribute to profit. എത്തിക്സ് യഥാർത്ഥത്തിൽ പ്രോഫിറ്റ് കുറയ്ക്കുകയല്ല ചെയ്യുന്നത്, പ്രോഫിറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. Then to meet demands of business stakeholders. ബിസിനസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓണേഴ്സ്, എംപ്ലോയീസ്, ഗവൺമെന്റ്, സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ് ഒക്കെ, ഈ ആളുകളൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അപ്പൊ ഇവരുടെ ഒക്കെ ആവശ്യം എന്താണ്, നമ്മളെ പ്രസ്റ്റീജ്, നമ്മുടെ കമ്പനിയുടെ പ്രസ്റ്റീജ്, ഗുഡ്വില്ല്, അത് തന്നെയാണ് നമ്മുടെയും പ്രസ്റ്റീജ്. അപ്പൊ അത് നല്ല രൂപത്തിലാകുക എന്നുള്ളതാണ്, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ദെൻ ടു എൻഹാൻസ് ബിസിനസ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ടു പ്രൊമോട്ട് പേഴ്സണൽ മൊറാലിറ്റി. അപ്പോൾ കമ്പനിയുടെ മൊറാലിറ്റി, ഗുഡ്വില്ല്, ഇമേജ് ഒക്കെ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ആളുകളുടെയും, അവരുടെ നിന്ന് പ്രോഡക്റ്റ് വാങ്ങുന്ന ഓരോ കസ്റ്റമറുടെയും, അവരുമായി ഡീൽ ചെയ്യുന്ന എല്ലാ ആളുകളുടെയും മൊറാലിറ്റിയും ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെയാണ് ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യണം എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുടെ ആർഗ്യുമെന്റ്സ്. എന്നാൽ കുറെ ആളുകൾ പറയുന്നത് ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യേണ്ടതില്ല എന്നാണ്. അപ്പൊ അവരുടെ വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. In a free market economy, the pursuit of profit will ensure maximum social benefit. So, business ethics is not needed. നിലവിൽ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ പ്രൈസ് ഒക്കെ ഫിക്സ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ചെലവുകളൊക്കെ കൂട്ടി നമുക്ക് ന്യായപരമായ ഒരു ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ബിസിനസ് എത്തിക്സ് വീണ്ടും ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല. രണ്ടാമത് പറയുന്നത്, a manager's most important obligation is loyalty to the company regardless of ethics. ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൂടുതൽ ഉത്തരവാദിത്തം കമ്പനിയോടാണ്, അല്ലാതെ ബിസിനസ് എത്തിക്സിനോടല്ല. ദെൻ മൂന്നാമത് പറയുന്നത്, so long as companies obey the law, they will do all that ethics requires. നമ്മൾ ഇപ്പോൾ നിലവിൽ കമ്പനിയുടെ നിയമങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ കവിഞ്ഞൊരു എത്തിക്സ് വീണ്ടും നമ്മൾ ഫോളോ ചെയ്യേണ്ടതില്ല, ആ നിയമം അനുസരിച്ച് മാത്രം പോയാൽ മതി എന്നുള്ളത്. ദെൻ മറ്റൊരു വാദം, an ethical company cannot be competitive and viable. എല്ലാ എത്തിക്സും ഫോളോ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് നിലനിൽക്കാൻ പ്രയാസമാണ് ഇന്നത്തെ കോമ്പറ്റിറ്റീവ് മാർക്കറ്റിൽ. ആൻഡ് ഫൈനലി, employees as loyal agents obliged to serve to advance the employer's self-interest. എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവര് ബിസിനസ് എത്തിക്സിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ബിസിനസിന്റെ ഓണേഴ്സ് അഥവാ എംപ്ലോയേഴ്സ് ആരാണോ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ജോലി ചെയ്താലേ അവർക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുള്ളൂ
എന്നുള്ളതാണ് ബിസിനസ് എത്തിക്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന ആർഗ്യുമെന്റ്സ്. ഓക്കെ, ഇനി അവസാനത്തിലേക്കാണ്. എന്താണ് കോഡ് ഓഫ് എത്തിക്സ്? കോഡ് ഓഫ് എത്തിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. It's a set of guiding principles intended to ensure a business and its employees act with honesty and integrity in all facets of its day-to-day operations, and to only engage in acts that promote a benefit to the society. ഒരു ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ ആ ബിസിനസ്സിൽ എംപ്ലോയീസ് സത്യസന്ധമായും വളരെ പോസിറ്റീവായിട്ടും അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടത്തി സൊസൈറ്റിക്ക് ബെനിഫിറ്റ് നൽകുന്നതിനെയാണ്, ആ തരത്തിലുള്ള ഗൈഡിങ് പ്രിൻസിപ്പിൾസിനെയാണ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, then a code of ethics set out an organization's ethical guidelines and best practices to follow for honesty, integrity and professionalism. കോഡ് ഓഫ് എത്തിക്സ് ഒരു ഓർഗനൈസേഷൻ കോഡ് ഓഫ് എത്തിക്സ് സെറ്റ് ചെയ്യുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഏറ്റവും നല്ല പ്രവർത്തനമാണ്, ഏറ്റവും നല്ല പ്രിൻസിപ്പിളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ ഹോണസ്റ്റി, ഇന്റഗ്രിറ്റി, പ്രൊഫഷണലിസവും ഒക്കെ നമുക്ക് ഗുണം ചെയ്യുള്ളൂ. ഓക്കെ, then in some industries including banking and finance, specific laws govern business conduct. In others, a code of ethics may be voluntarily adopted. പല സ്ഥാപനങ്ങളിലും നിയമപരമായിട്ട് തന്നെ ചില എത്തിക്സുകൾ പറയുന്നുണ്ട്. എന്നാൽ മറ്റ് പല സ്ഥാപനങ്ങളിലും ആ നിയമപരമായിട്ടില്ല. പക്ഷെ അവരെന്ത് ചെയ്യണം? വളണ്ടറിലി ആയിട്ട് അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, the main types of code of ethics includes compliance based code of ethics, value based code of ethics and code of ethics among professionals. ഈ തരത്തിലുള്ള കോഡ് ഓഫ് എത്തിക്സ് ഒക്കെയാണ് ഉള്ളത്. ഇനി ഗ്ലോബലൈസേഷൻ ആൻഡ് ബിസിനസ് എത്തിക്സ്. എന്താണ് ഗ്ലോബലൈസേഷൻ? ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ we are speeding up the movements and exchanges all over the planet. One of the effects of globalization is that promotes and increases interactions between different regions and populations around the globe. ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയിട്ടും നമുക്ക് നമ്മുടെ ബിസിനസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എക്സ്ചേഞ്ചിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് നടത്താൻ കഴിയും എന്നുള്ളതാണ് ഗ്ലോബലൈസേഷന്റെ ഗുണം. അപ്പൊ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള രാജ്യത്ത് പലതരത്തിലുള്ള സംസ്കാരമായിരിക്കും, പലതരത്തിലുള്ള മതങ്ങളായിരിക്കും, പലതരത്തിലുള്ള ടെക്നോളജി ആയിരിക്കും, അതുപോലെ പലതരത്തിലുള്ള നിയമങ്ങളായിരിക്കും. എവിടെയാണോ നമ്മൾ നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻസ് നടത്തുന്നത് അവിടെ ഏത് തരത്തിലുള്ള എത്തിക്സ് ആണോ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ആ എത്തിക്സ് നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിരിക്കണം. റെലവൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ ഫോർ ബിസിനസ് എത്തിക്സ്. ഗ്ലോബലൈസേഷനിൽ ബിസിനസ് എത്തിക്സിന്റെ റെലവൻസ് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഇഷ്യൂസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഇഷ്യൂസ് നമ്മൾ എന്താ പറയുക ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് എത്തിക്സ് ഗ്ലോബലൈസേഷനിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. കൾച്ചറൽ ഇഷ്യൂസ്, ലീഗൽ ഇഷ്യൂസ്, അക്കൗണ്ടബിലിറ്റി ഇഷ്യൂസ്. ഒന്നാമത്തത് കൾച്ചറൽ ഇഷ്യൂസ്. അപ്പോ ഒരു രാജ്യത്ത്, ഇപ്പൊ നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ മറ്റൊരു രാജ്യത്ത് പോയി ബിസിനസ് ചെയ്യുമ്പോൾ ആ രാജ്യത്തുള്ള ആളുകളുടെ എംപ്ലോയീസിന്റെ കൾച്ചർ നമ്മുടെ രാജ്യത്തെ ആളുകളുടെ കൾച്ചറുമായിട്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം റീജിയൻ ടു റീജിയൻ, കൺട്രി ടു കൺട്രി ഒക്കെ കൾച്ചറിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ചുള്ള മാറ്റം നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ആറ്റിറ്റ്യൂഡ് for racial and gender diversity in Europe may differ significantly in those in Middle Eastern countries. Okay, അപ്പോ ഓരോ രാജ്യത്തെയും ആളുകളുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസം ഉണ്ടാവും. ആ ആറ്റിറ്റ്യൂഡ് അതാത് രാജ്യത്തെ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് കൺസിഡർ ചെയ്തുകൊണ്ടാവണം നമ്മൾ നമ്മുടെ ബിസിനസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോബലൈസേഷൻ എന്നുള്ളത്. സം ഓഫ് ദി എത്തിക്കൽ ഇഷ്യൂസ് ഫേസ്ഡ്. അപ്പോൾ ഈ പറയുന്ന കൾച്ചറൽ ഇഷ്യൂസിൽ വരുന്ന ചില ഉദാഹരണങ്ങളാണ് ഡിസ്ക്രിമിനേഷൻ ഓഫ് വുമൺ, അതുപോലെ അൺഫെയർ ട്രീറ്റ്മെന്റ് ഓഫ് വർക്കേഴ്സ്, ദെൻ ലാംഗ്വേജ് ബാരിയർ. ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെയാണ് സാധാരണ കേസിൽ നമ്മൾ കണ്ടുവരാറുള്ളത്. അപ്പൊ ഈ പ്രയാസങ്ങളൊക്കെ നീക്കുന്ന തരത്തിലുള്ള
ഒരു എന്താ പറയുക എത്തിക്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ദെൻ അനദർ വൺ ലീഗൽ ഇഷ്യൂസ്. ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഓരോ രാജ്യത്തെയും നിയമങ്ങൾ വ്യത്യസ്തമായിരിക്കും. The more economic transaction lose their connection to a certain regional territory, the more they escape the control of the respective regional government. The power of government has traditionally been confined to a certain territory. For example, French laws are only binding on French territory, UK laws on UK territory, and so on. അപ്പോൾ ഇന്ത്യയിലെ നിയമം എന്ന് പറയുന്നത് അത് ഇന്ത്യക്കകത്ത് മാത്രമുള്ളതാണ്. നമ്മൾ നേരെ തൊട്ടടുത്ത് ഇപ്പൊ ചൈന നമ്മുടെ അയൽ രാജ്യമാണ്. അവിടെ നമ്മൾ പോകുമ്പോൾ അവിടെ മറ്റ് നിയമങ്ങളായിരിക്കും ഉണ്ടാവും. അത് ആ ചൈനയിൽ ഫോളോ ചെയ്യണം. അപ്പൊ എല്ലാ രാജ്യത്തേക്കും കൂടെ ഒറ്റ നിയമമായിട്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. അപ്പൊ അതാത് സ്ഥലത്തെ ഏരിയയിൽ നമ്മൾ എവിടെയാണ് ബിസിനസ് ചെയ്യുന്നത് ആ രാജ്യത്തെ നിയമങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. Then some activities and beliefs may be legal but not perceived as ethical. For example, lying or betraying the confidence of a friend is not illegal, but most people would consider it unethical. ചില കാര്യങ്ങൾ എന്തായിരിക്കും, ചില സ്ഥലത്ത് ചിലപ്പോൾ ലീഗൽ ആയിരിക്കും, മറ്റു സ്ഥലത്ത് അത് നിയമത്തിന്റെ അണ്ടറിൽ വരുന്ന ഒന്നാവണം എന്നില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ വിശ്വാസവഞ്ചന, നമ്മൾ ഒരാളോട് കളവ് പറയുക. അപ്പൊ അത് കളവ് പറയുക എന്നുള്ളത് പലപ്പോഴും നമ്മളൊരു നിയമം ലംഘിച്ചു എന്നുള്ള രൂപത്തിൽ നമ്മൾ കാണാറില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ മാത്രമേ അതൊരു നിയമലംഘനമായിട്ട് കാണുന്നു. പക്ഷെ അതെന്താണ്, ഒരു അൺഎത്തിക്കൽ ബിഹേവിയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് അനദർ വൺ, ലാസ്റ്റ് വൺ, അക്കൗണ്ടബിലിറ്റി ഇഷ്യൂ. Taking a closer look at global activities, one can easily identify the corporations as the dominant actors on the global stage. MNCs own the mass media, which influences much of the information and entertainment we are exposed to. They supply global products, they pay people's salary, and they pay much of the taxes that keep governments running. Furthermore, one could argue that MNCs are economically as powerful as many governments. അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം പല രാജ്യങ്ങളിലും അവരുടെ ബിസിനസ് നടത്തുന്നു, ഒരുപാട് എംപ്ലോയീസ് അവർക്കുണ്ട്, നല്ല പേയ്മെന്റ് നൽകുന്നുണ്ട്, ഓരോ രാജ്യത്തും അവരുടെ ടാക്സ് നടത്തുന്നുണ്ട്, നല്ല പ്രോഡക്റ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് അവരുടെ എത്തിക്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതില്ല എന്ന രൂപത്തിലല്ല, ഏതൊക്കെ തരത്തിലുള്ള MNCs ആണെങ്കിലും ആ രാജ്യത്തെ എത്തിക്സ് നിർബന്ധമായിട്ടും നമ്മൾ കീപ്പ് ചെയ്യണം. അതിനനുസരിച്ച് പുതിയ എത്തിക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും വേണം. ദെൻ അപ്പൊ ഏറ്റവും ചുരുക്കി നമ്മൾ പറയുകയാണെങ്കിൽ globalization leads to a growing demand for corporate accountability. Then the corporate community has been shocked to attention by the recent corporate governance meltdown. The silver lining is that these scandals are running in better financial oversight and more focused attention on ethics of directors, officers, auditors, and others. But while promises of increased ethical conduct focus, the public's attention, self-scrutiny, and accountability are also essential. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കൾച്ചറൽ ഇഷ്യൂസ്, ലീഗൽ ഇഷ്യൂസ്, അക്കൗണ്ടബിലിറ്റി, ഈ പറയുന്ന എല്ലാ ഇഷ്യൂസും നിർബന്ധമായിട്ടും കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഗ്ലോബലൈസേഷനിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ നമ്മുടെ പ്രവർത്തനം ബിസിനസ് നടത്താൻ ഗ്ലോബലൈസേഷനിൽ നമ്മൾ എൻറ്റർ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദ ഇമ്പാക്ട്സ് ആർ ഗെറ്റിംഗ് ആസ് ദ ഷെയർ ഹോൾഡേഴ്സ് വിൽ ഇൻക്രീസ് ദ റിസ്ക് അലോങ് വിത്ത് പ്രോഫിറ്റ്. ദ എംപ്ലോയീസ് ഔട്ട്സോഴ്സിംഗ് ഇൻക്രീസസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് റെഡ്യൂസസ്. ഗ്ലോബലൈസേഷനിലൂടെ നമുക്ക് ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും പറ്റും. ദെൻ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് consumers by giving better products at a reasonable price. Then suppliers and competitors means small indigenous competitors exposed to powerful global players. ചെറുകിട കമ്പനികൾ ഉണ്ടാവും, അവർക്ക് വൻകിട കമ്പനികളോട് മത്സരിക്കാനുള്ള അവസരങ്ങളും അതുപോലെ തന്നെ ഏത് ഏരിയയിൽ പോയിട്ട് ആ കമ്പനികൾ, വൻകിട കമ്പനികൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് അവർക്കും അവരുടെ ബിസിനസ്സുകൾ ചെയ്യാനായിട്ട് പറ്റും. Then society,
pressure groups, NGOs, means so many organizations and kind of some associations are acting for the benefits of the society. Then government and regulation. Every business people want to follow or abide the laws and rules or regulations which are set by the government in such countries. So these are the business ethics. അപ്പോൾ ഇത്രയാണ് ബിസിനസ് എത്തിക്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് എത്തിക്സ് എന്നുള്ളത് പറഞ്ഞു. ദെൻ ആ എത്തിക്സ് ബിസിനസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.